നമസ്കാരം. ഇറാന് നേരെ നടത്താനിരുന്ന സൈനിക ആക്രമണം അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനമെന്ന് ട്രൂത്ത് സോഷ്യൽ വഴി ട്രംപ് വ്യക്തമാക്കി. ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധവും നീക്കാനാണ് അമേരിക്കയുടെ നീക്കം. അതേസമയം രാജ്യത്ത് 5 ദിവസത്തിനിടെ രണ്ടാം തവണയും ഇന്ധനവില കൂട്ടിയെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിയൻ എണ്ണയുടെ മേലുള്ള ഉപരോധം താൽക്കാലികമായി നീക്കാൻ US നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്. ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷം ആഗോള വിപണികൾ ഉണർന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ചൈനീസ് കമ്പനികൾക്ക് മേലുള്ള ഉപരോധം പിൻവലിക്കാൻ ആലോചിക്കുന്നതായി ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. ഉപരോധം നീക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ഉപരോധം നീക്കുന്ന പക്ഷം ക്രൂഡ് ഓയിൽ വിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാന് നേരെ ചൊവ്വാഴ്ച നടത്താനിരുന്ന സൈനിക ആക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നു. ഇറാനുമായി ചർച്ചകൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ തീരുമാനമെന്നും ട്രംപ് അറിയിച്ചു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ആക്രമണം വൈകിപ്പിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടതായാണ് ട്രംപിന്റെ അവകാശവാദം. നിലവിൽ നിർണായക ചർച്ചകൾ നടക്കുകയാണെന്നും അമേരിക്കയ്ക്കും മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യമായ ഒരു കരാറിലെത്താൻ സാധിക്കുമെന്നുമാണ് സഖ്യകക്ഷി നേതാക്കളുടെ അഭിപ്രായം. ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന ഇറാൻ അണുബോംബുകൾ നിർമ്മിക്കില്ല എന്നതായിരിക്കുമെന്നും ട്രംപ് കുറിച്ചു. എങ്കിലും ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഏത് നിമിഷവും പൂർണ്ണ സജ്ജമായ വലിയൊരു ആക്രമണത്തിന് തയ്യാറായിരിക്കാനും സൈന്യത്തോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിൽ നോക്കി നടത്താൻ പുതിയ സംവിധാനമുണ്ടാക്കിയതായി ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി. പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി എന്നാണ് ഇതിന്റെ പേര്. ഹോർമുസ് കടലിടുക്കിലെ നടപടികളെയും പുതിയ സംഭവ വികാസങ്ങളെയും കുറിച്ച് PGSA സമയാസമയം വിവരം നൽകുമെന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ ഔദ്യോഗിക X അക്കൌണ്ടിലൂടെ അറിയിച്ചു. എന്നാൽ PGSA എന്താണ് ചെയ്യുകയെന്ന കാര്യം വ്യക്തമല്ല. ഹോർമുസ് കടലിടുക്കിന് മേൽ പരമാധികാരം പ്രയോഗിക്കുന്നതിനായി ഇറാൻ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതായി ഇറാനിയൻ മാധ്യമമായ പ്രസ് TV റിപ്പോർട്ട് ചെയ്തിരുന്നു. 5 ദിവസത്തിനിടെ രണ്ടാം തവണയും ഇന്ധനവില കൂട്ടി എണ്ണ കമ്പനികളുടെ ഇരുട്ടടി. പെട്രോളിനും ഡീസലിനുമാണ് വില കൂട്ടിയത്. ലിറ്ററിന് 90 പൈസ വീതമാണ് കൂട്ടിയത്. 5 ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 111 രൂപ 71 പൈസയായി. ഡീസൽ വില 100 രൂപ കടന്നിരിക്കുന്നു. പുതിയ നിരക്കുകൾ രാവിലെ മുതൽ നിലവിൽ വന്നു. 5 ദിവസത്തിനിടെ രണ്ടാം തവണയാണ് വില കൂട്ടുന്നത്. മെയ് 15-ന് രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിരുന്നു. ലിറ്ററിന് 3 രൂപ വീതമാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ നിരക്കനുസരിച്ച് കൊച്ചിയിൽ പെട്രോളിന് ലിറ്ററിന് 109 രൂപ 73 പൈസയായി. ഡീസൽ വിലയാവട്ടെ ലിറ്ററിന് 98 രൂപ 63 പൈസയുമായി. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വില വർധനവ് വരും ദിവസങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമായേക്കുമെന്ന ആശങ്കയും ശക്തമായിട്ടുണ്ട്. ഇന്ത്യയിൽ ബിസിനസ്, സാങ്കേതിക വിദ്യ, ഹരിത ഊർജ്ജ മേഖലകളിലായി $10,000 കോടി നിക്ഷേപം നടത്തുമെന്ന് നോർവേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യത്തെത്തിയ വേളയിലാണ് നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗാർ സ്റ്റോറിന്റെ പ്രഖ്യാപനം. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായി ഇന്ത്യ നേരത്തെ ഒപ്പിട്ട വ്യാപാര കരാറിന്റെ പങ്കാളിത്ത കരാറിന്റെ ഭാഗമായാണ് നിക്ഷേപം. ഈ കരാർ കഴിഞ്ഞ ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. സ്വിറ്റ്സർലാൻഡ്, ഐസ്ലൻഡ്, ലിക്റ്റൻസ്റ്റൈൻ എന്നീ അംഗരാജ്യങ്ങൾക്കൊപ്പം സംയുക്തമായാണ് നോർവേ നിക്ഷേപം നടത്തുക. ഇന്ത്യ നോർവേ സഹകരണത്തിലൂടെ അടുത്ത 10 വർഷത്തിനുള്ളിൽ 10 ലക്ഷം തൊഴിലവസരം രാജ്യത്തുണ്ടാകുമെന്നും ഇന്ത്യൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും ഇന്ത്യയും ഉൾപ്പെടുന്ന ഇന്ത്യ നോർഡിക് ഉച്ചകോടി ഇന്ന് നടക്കും. ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൗതം അദാനിക്കെതിരായ സിവിൽ, ക്രിമിനൽ കേസുകൾ US അവസാനിപ്പിക്കുന്നു. ഗൗതം അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കുമെതിരായ എല്ലാ ക്രിമിനൽ കുറ്റപത്രങ്ങളും US നീതിന്യായ വകുപ്പ് പൂർണ്ണമായും ഒഴിവാക്കി. ന്യൂയോർക്ക് കോടതിയിലുണ്ടായിരുന്ന തട്ടിപ്പു കേസുകളാണ് റദ്ദാക്കിയത്. കുറ്റാരോപണങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക കേസുകൾ റദ്ദാക്കിയത്.
ഇതോടെ അദാനി ഗ്രൂപ്പിനെതിരെ അമേരിക്കയിലുണ്ടായിരുന്ന എല്ലാ നിയമ നടപടികളും പൂർണ്ണമായും അവസാനിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പദ്ധതിക്കായി ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് $265 മില്യൺ കൈക്കൂലി നൽകുകയും ഇത് മറച്ചുവെച്ച് ഈ പദ്ധതിയുടെ പേരിൽ യുഎസിലെ നിക്ഷേപകരെ അടക്കം കബളിപ്പിച്ചുവെന്നുമായിരുന്നു കേസ്. ഗൗതം അദാനി, ബന്ധുവായ സാഗർ അദാനി, അദാനി ഗ്രീൻ എനർജി മുൻ സിഇഒ വിനീത് ജെയിൻ എന്നിവരടക്കമുള്ളവർ ഇതിനായി $3 ബില്യൺ വായ്പകളിലൂടെയും ബോണ്ടുകളിലൂടെയും സമാഹരിച്ചതായും കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു. കുറ്റം സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാതെ ഗൗതം അദാനി $6 മില്യൺ സാഗർ അദാനി $12 മില്യൺ പിഴയൊടുക്കാൻ സമ്മതിച്ചതോടെയായിരുന്നു കേസ് ഒത്തുതീർപ്പാക്കിയത്. KSRTC ബസ്സുകളിൽ അടുത്ത മാസം 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിഷേധവുമായി സ്വകാര്യ ബസ് ഉടമകൾ. പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ സ്വകാര്യ ബസ് മേഖല തകരുമെന്നും തങ്ങളെയും സർക്കാർ കേൾക്കണമെന്നുമാണ് ബസ് ഉടമകളുടെ ആവശ്യം. നികുതി, പെർമിറ്റ് ഫീസുകളിൽ ഇളവ് തേടി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂൺ 15 മുതലാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. സർക്കാർ കൂടിയാലോചന നടത്തിയില്ലെന്നും സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നു. ആശങ്ക അറിയിക്കുമെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായും ഗതാഗത മന്ത്രിയുമായും ചർച്ച നടത്തും. സ്വകാര്യ ബസ് മേഖലയ്ക്ക് കൂടി സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ സ്വാധീനത്തിൽ കേരളത്തിന്റെ കയറ്റുമതി വരുമാനം ഇടിഞ്ഞു. കേന്ദ്ര വാണിജ്യ മന്ത്രാലയ വ്യവസായ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 സംസ്ഥാനത്തിന്റെ കയറ്റുമതി വരുമാനം 45,753.43 കോടി രൂപയാണ്. മുൻവർഷത്തെ 69,051.69 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 33.74% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ കയറ്റുമതി വരുമാനത്തിൽ 1.21% മാത്രമാണ് കേരളത്തിന്റെ വിഹിതം. കൂടാതെ രാജ്യത്ത് കയറ്റുമതി വരുമാനത്തിന്റെ കണക്കിൽ 15ാം സ്ഥാനത്താണ് കേരളം ഇപ്പോൾ നിലവിലുള്ളത്. ഗുജറാത്താണ് 1ാം സ്ഥാനത്ത്. 2026 ഇതുവരെ കേരളം 7,315.31 കോടി രൂപയാണ് കയറ്റുമതിയിലൂടെ നേടിയിട്ടുള്ളത്. നിലവിൽ കയറ്റുമതി വരുമാനത്തിൽ 16ാം സ്ഥാനത്തേക്ക് കേരളം പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് 8000-ഓളം ജീവനക്കാരെ പിരിച്ചുവിടുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി 2030ഓടെ ജീവനക്കാരെ കുറയ്ക്കാനാണ് പദ്ധതി. ഇതോടെ 15%-ലധികം ജീവനക്കാർക്ക് ജോലി നഷ്ടമാകും. 2025 അവസാനത്തെ കണക്കനുസരിച്ച് ബാങ്കിന്റെ ബാക്ക് ഓഫീസ് പ്രവർത്തനങ്ങളിൽ 52,271 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതനുസരിച്ച് ഏകദേശം 7,800-ലധികം തൊഴിൽ റോളുകൾ ഇല്ലാതാകും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, ലാഭക്ഷമത ഉയർത്തുക, പ്രവർത്തന ചെലവ് കുറയ്ക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് നീക്കം. ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും പ്രക്രിയകൾ ലളിതമാക്കുന്നതിനുമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്നതിലൂടെ വലിയ തോതിലുള്ള തൊഴിൽ മാറ്റങ്ങളാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. സ്കൂളുകൾ തുറക്കാൻ ഇനി 1.5 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും പ്രതിസന്ധിയിൽ. നിലവിൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകങ്ങളുടെ വിതരണം മാത്രമാണ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആവശ്യത്തിന് പേപ്പർ ലഭ്യമാക്കാത്തതാണ് അച്ചടി വൈകുന്നതിന് പ്രധാന കാരണമായി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. പേപ്പർ ക്ഷാമം പരിഹരിക്കാൻ വൈകുന്നത് മൂലം മുഴുവൻ പുസ്തകങ്ങളും കൈകളിൽ കിട്ടുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സ്കൂളുകൾ ഒരുങ്ങുമ്പോൾ പാഠപുസ്തകങ്ങളുടെ ലഭ്യതക്കുറവ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ആശങ്കയിലാക്കുകയാണ്. ഇന്നെന്തായാലും സ്വർണ്ണവിലയിൽ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ 1 ഗ്രാം സ്വർണ്ണത്തിന് 14,375 രൂപയും പവന് 1,15,000 രൂപയുമായിരിക്കുന്നു. 18 ക്യാരറ്റ് സ്വർണ്ണത്തിനും ആനുപാതികമായി വില വർദ്ധിച്ചിട്ടുണ്ട്. ഗ്രാമിന് 60 രൂപ കൂടി 1 ഗ്രാമിന് 11,810 രൂപയും പവന് 94,480 രൂപയുമായി വെള്ളി 285 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇതോടെ 1 മണി വാർത്ത പൂർത്തിയാവുകയാണ്. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.